ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെറിയ 2 റീഡിങ് ഇടുന്നുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഗൈഡൻസ് മെസ്സേജ് ഈ ഡെക്കെന്ന് മാത്രം ജസ്റ്റ് എന്താ വരുന്നത് നോക്കാം. നമുക്ക് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്കോ ഇനി മുന്നോട്ടും ജസ്റ്റ് നിങ്ങളുടെ ലൈഫിന് വേണ്ട ഗൈഡൻസ് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, സിമ്പിൾ മെസ്സേജ് മാത്രം എടുക്കുകയാണ്. Heart chakra, authority, wisdom, conflict and defeat, hope, obstacles and challenges, balance. Okay. സഫറിങ് ഇൻ സൈലൻസ് ഉണ്ട് ഇവിടെ. ആക്സിലറേറ്റഡ് മോഷൻ, ഫെർട്ടിലിറ്റി. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്ന മെയിനായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഓക്കെ, ഒരു അതോറിറ്റി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ജോലി സ്ഥലത്തുള്ള ബോസ്സായിരിക്കാം, ചിലവർക്ക് വീട്ടിൽ നിങ്ങളുടെ സീനിയർ ആരെങ്കിലും ആയിരിക്കാം, പാരൻസ്, അങ്ങനത്തെ ആരെങ്കിലും, ആര് തന്നെ ആയാലും ശരി, ലൈക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ ഓക്കെ ആരോ ബിഹേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ, ഓക്കെ, നിങ്ങളുടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരുപാട് പേഴ്സൺസ് എപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന തരത്തിലായിരിക്കും നിങ്ങളുടെ അനുഭവങ്ങൾ. അതിൽ നിന്ന് നിങ്ങളത് സഫർ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. നിങ്ങളതിനെപ്പോഴും വിട്ടുകൊടുക്കുക എന്ന് പറയില്ലേ, നമ്മളൊന്നും പറയാതെ സഹിച്ചു നിൽക്കുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ സഹിച്ച് നിന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വേദനകൾ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിച്ച് വേദനിച്ച് അവസാനം എന്താവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി പോകും. നമുക്ക് വേറൊരാളെ നമുക്ക് ഒന്നിനോടും ഒരു സ്നേഹിക്കാനോ നമുക്ക് സന്തോഷിക്കാനോ നമ്മൾക്ക് നല്ലത് വന്നാൽ പോലും നമുക്കുള്ളിലൊരു സന്തോഷം തോന്നില്ല. ഓക്കെ, നമ്മൾക്ക് മറ്റുള്ളവരെയും നമ്മൾ ചെയ്തുകൊണ്ട് പോകും, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകും, കടമ ചെയ്തുകൊണ്ട് പോകും, പക്ഷെ എവിടെയോ നമ്മുടെ ഉള്ളിലെല്ലാം മരിച്ച ഒരവസ്ഥ എന്ന് പറയും. ഓക്കെ, കാരണം നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് ആരോടും ഒരു ഒന്നും പറയാൻ തോന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടാവും. കാരണം എവിടെയോ നിങ്ങളുടെ ഉള്ളിലൊരു ബ്ലോക്ക് വന്നുപോയി. ഓക്കെ, നിങ്ങൾക്ക് തുറന്ന് ആരെയും സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും നിങ്ങളെ സ്നേഹിച്ചാലും അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എപ്പോഴും ഡൗട്ടാണ്, അവരും നിങ്ങളെ കൺട്രോൾ ചെയ്യുമോ, ആരെങ്കിലും എന്നെ വേദനിപ്പിക്കുമോ എന്നുള്ള എപ്പോഴും ഒരു പേടിയാണ്. ഓക്കെ, അങ്ങനത്തെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എപ്പോഴും. അതുകൊണ്ട് തന്നെ നിങ്ങളത് സഹിച്ചുകൊണ്ടിരുന്ന അവസാനം ഇപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്ര തന്നെ ബ്ലോക്കായി പോയതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ വിസ്ഡം എന്ന് പറയുന്നത് വിസ്ഡം, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്. ഓക്കെ, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസും ഉണ്ട്, കോൺഫ്ലിക്ട്സ് ആൻഡ് രണ്ടും ഉണ്ട് ഇവിടെ. ആക്ച്വലി നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ചാലഞ്ചസേ വന്നിട്ടുള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പേഴ്സൺ, നിങ്ങളുടെ ലൈഫിലുള്ള വീട്ടിലെ ആൾക്കാർ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കിട്ടാൻ അതിന് വേണ്ടിയിട്ടായാലും നിങ്ങൾ എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഒരു സ്ഥാനം കിട്ടാൻ നിങ്ങൾക്ക് എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതുപോലെ വീട്ടിലുള്ളവരുടെ കെയർ അങ്ങനെ കിട്ടാനായാലും ശരി, ജോലി സ്ഥലത്ത് അങ്ങനെയുള്ളവരുടെ നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യപ്പെടാനായാലും ശരി, ഈവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും മേ ബി നിങ്ങൾക്ക് എപ്പോഴും, അതായത് ഒരു വാല്യൂ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. എപ്പോഴും നിങ്ങൾക്ക് ചാലഞ്ചസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ, എപ്പോഴും നിങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും തോൽപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, എപ്പോഴും നിങ്ങൾ തോറ്റിട്ടേ ഉള്ളൂ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പക്ഷേ 5-5-5 ആണ്. ഇപ്പോൾ ഫൈനലി ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വിസ്ഡം ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ എങ്ങനെയാണ് സ്വയം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിസ്ഡം നിങ്ങൾക്ക് വരുന്നതായിട്ട്. യെല്ലോ കളറാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ പ്ലെക്സസ് ഒക്കെ ചക്രയാണ്. നിങ്ങൾ അവനവനിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കായി പോയാൽ ഇതാണ്ടാവുക, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെയാവും. ഓക്കെ, കോൺഫിഡൻസ് ഇല്ലാതെയാവും. നമുക്ക് എപ്പോഴും ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സിറ്റുവേഷനിലായാലും ഓക്കെ, അങ്ങനെ നിങ്ങൾ എല്ലാവരെയും മുമ്പിൽ നിങ്ങൾ തോറ്റു കൊടുത്തിട്ടുണ്ട്, നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഹാർട്ട് നമ്മളെ ബ്ലോക്കായി പോകും. ഓക്കെ, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് സോ ഇപ്പോൾ എനിക്കിവിടെ കാണുന്നത് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള സമയമായി. ഓക്കെ, വിസ്ഡം ഗെയിൻ ചെയ്യാനുള്ള ടൈമായി എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ,
നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കൊണ്ടുവരാം. അതെങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഐ തിങ്ക് മനസ്സിലാക്കാനുള്ള സമയമായി. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാനുള്ള സമയമായി. ചില വിസ്ഡം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ചില യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്കത് വരുന്നത്. യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, മതി ഇനി ഇങ്ങനെ തോറ്റു കൊടുത്തത്, മതി ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും താണു കൊടുത്തത്, അല്ലെങ്കിൽ എപ്പോഴും കോൺഫ്ലിക്ട്സ് ഫേസ് ചെയ്ത് ഐ തിങ്ക് നിങ്ങൾ വളരെ ഇനി മതി എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ടാവാം. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇനി ഒരു ഹോപ്പ് തരുന്നുണ്ട്. ഓക്കെ, വിസ്ഡം തരുന്നുണ്ട്, ഹോപ്പ് തരുന്നുണ്ട്. നിങ്ങളിനി ഒന്ന് മാറാനുണ്ട്. നിങ്ങൾ മാറാൻ തുടങ്ങിയേ പറ്റൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവന്നേ പറ്റൂ. അതായത് നിങ്ങൾ ഒരുപാട് ഇമോഷണൽ പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാൻ കൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, നിങ്ങൾ പ്രാക്ടിക്കൽ കൂടി ആയി മാറിയേ പറ്റൂ എന്നാണ് ഇവിടെ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സൺ വരുള്ളൂ, പോസിറ്റിവിറ്റി വരുള്ളൂ എന്ന് പറയാം. ഓക്കെ, അതിനുള്ള വിസ്ഡം നിങ്ങൾ ഗെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മേ ബി ഇപ്പം തുടങ്ങിയിട്ടുണ്ടാവും ഓൾറെഡി, അല്ലെങ്കിൽ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇതാണ്. മതി ഇങ്ങനെ തോറ്റു കൊടുത്തതും, മറ്റുള്ളവരുടെ മുമ്പിൽ താണു കൊടുത്തതും, അവരെ ഭരിക്കാൻ വിടുന്നതും, കോൺഫ്ലിക്ട്സും ഇതും എല്ലാം മതി അനുഭവിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മാറ്റം കൊണ്ടുവരാൻ സമയമായി. ഓക്കെ, ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. 5 and 5 ഇവിടെ ഉണ്ട്. സോ ചേഞ്ച് ആണ്. ഇത് പോസിറ്റീവ് സൈൻ ആണ്. ഓക്കെ, ഇത് രണ്ടും നിങ്ങളുടെ നെഗറ്റീവ് ആയിരുന്നു. ഇനി പോസിറ്റീവിലേക്ക് നിങ്ങൾ വരാം. നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം, മനസ്സിലാക്കാൻ തുടങ്ങുക. എങ്ങനെയാണ് ഞാൻ മാറേണ്ടത്, എങ്ങനെയാണ് എൻ്റെ കോൺഫിഡൻസ്, ഞാൻ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വരുള്ളൂ അല്ലേ. നിങ്ങൾ എന്താണ്, നിങ്ങൾ തെറ്റും കുറവുള്ള മനുഷ്യന്മാരാണ് എല്ലാവരും. നിങ്ങളെ ഈ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് പോലും ഉണ്ടാവും കുറ്റവും കുറവും തെറ്റും ഒക്കെ. പക്ഷെ നിങ്ങളത് വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അവനവനെ നിങ്ങൾ താഴ്ത്തി വെക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കായി പോകുന്നത്. അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങുക നിങ്ങൾ. ഓക്കെ, മറ്റുള്ളവർക്ക് കുറ്റവും കുറവും ഉണ്ട്, അതുപോലെ നമുക്കും ഉണ്ട്. പക്ഷെ നമ്മളും മാറ്ററാണ്, നമ്മളെയും വാല്യൂ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുക. ആ ഒരു വിസ്ഡം നിങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശം വരും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ബാലൻസ് നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. പ്രാക്ടിക്കൽ കൂടി ആവാം കുറച്ചുകൂടി. ഒരുപാട് ഇമോഷണൽ ആണെങ്കിൽ കുറച്ച് പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങുക. ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അത്രയും ആക്ച്വലി നിങ്ങൾ സെൻസിറ്റീവ് പേഴ്സൺ ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ സെൻസിറ്റീവ് പേഴ്സൺ ആയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെ എപ്പോഴും മറ്റുള്ളവർ ഭരിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും എവിടെ പോയാലും കോമ്പറ്റീഷനും, എവിടെ പോയാലും നിങ്ങൾ തോറ്റു പോകുന്ന പോലെയൊക്കെ അതിൽ നിന്ന് മാറി വരാൻ നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ ആക്ച്വലി സൈക്കിൾ ചക്ര, റൂട്ട് ചക്ര ഒക്കെ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യുക. ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിങ്ങനെ സഹിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പലതും എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, തുറന്ന് പറയാതിരിക്കുക, അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്കായി പോകും. ഓക്കെ, അപ്പം നിങ്ങൾ അതും ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. സോ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരും. പക്ഷെ മാറ്റം നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, ഈ സിറ്റുവേഷന് നിങ്ങൾ തന്നെ നിങ്ങളെ മാറ്റണം. ഓക്കെ, വിസ്ഡം നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്യണം. നിങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ്, എൻ്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അവനവനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. പ്രാക്ടിക്കൽ കൂടി ആവുക, കുറച്ചുകൂടി. ഓക്കെ, സ്ട്രോങ് ആവുക. ഓക്കെ, ആൻഡ് ഇവിടെ ബോട്ടം നമ്മൾ ഓൾറെഡി ആക്സലറേറ്റഡ് മോഷൻ കണ്ടിരുന്നു. ഫെർട്ടിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരും എന്നാണ് പറയുന്നത്. ഗ്രോത്ത് വരും, കാര്യങ്ങൾ സ്പീഡായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഐ തിങ്ക് നിങ്ങൾക്ക് മതി, ഇങ്ങനെ ഇരുന്നത് മതി എന്ന രീതിയിൽ ഐ തിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഇവിടെ. ഓക്കെ, സോ നല്ലൊരു മാറ്റം വരട്ടെ. നിങ്ങൾ കുറേ കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും തുടങ്ങാം. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് കരച്ചിൽ നിർത്താം. ഓക്കെ, നിങ്ങൾ അവനവനെ നിങ്ങൾ മാറ്റിയാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞാലേ മറ്റുള്ളവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുള്ളൂ. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.